വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മള് വീണ്ടും വന്നേക്കുവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം സ്പോർട്സിൽ നിന്ന് മാറി വേറെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് വന്നേക്കുന്നത്. അപ്പം ഇപ്പം നമ്മുടെ ലോകം ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വേറെ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എന്ത് ചെയ്യണം അതൊരു ചോദ്യമായിരുന്നു. എന്നാൽ പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ക്രൈസിസിന്റെ ഇടയ്ക്ക് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ക്രൈസിസിൽ നമ്മുടെ ജീവിതം എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ വന്നേക്കുന്നത്. അതായത് പലരും ഈ ഇപ്പൊ പാൻഡമിക്കിനെ കുറിച്ച് പല ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എന്താ ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത്, അല്ലെങ്കിൽ അതിന്റെ ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തോരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മൂന്നുപേരിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇപ്പം ഹൗ കൊറോണ ഹാസ് ഇമ്പാക്റ്റഡ് അവർ ലൈഫ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. അപ്പം ഞാൻ നാഗവിഷ്ണു, എന്റെ ഫ്രണ്ട്സ് അരുൺ ആൻഡ് മനു. അപ്പം നമുക്ക് ഞങ്ങളിപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലാണ്. അപ്പം നമ്മള് കാനഡയിലും ഓസ്ട്രേലിയയിലും, ഇപ്പം മനു ആണെങ്കിൽ ഓസ്ട്രേലിയയിലും മെട്രോപൊളിറ്റനിലും, ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു ഇന്നർ റീജിയനിലുമാണ് താമസിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തോരം വ്യത്യാസമുണ്ട് പല പല സ്ഥലങ്ങളിൽ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം തുടങ്ങുവാണെങ്കിൽ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ ഇതുവരെ ബാക്കി ലോകം ആൾക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ട് ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് ഞാൻ ഒരിക്കലും, അതായത് ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ജസ്റ്റ് ആ പാൻഡമിക്കിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടെ ഞാൻ ഒരിക്കലും കടന്നു പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലെ മോസ്റ്റ് പാർട്ടിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ആകെ കുറച്ച് ഏരിയകളിലാണ് അത് വന്നേക്കുന്നത്. ലൈക്ക് ഇപ്പൊ നമുക്ക് ആദ്യ കാലങ്ങളിൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പുറത്തേക്ക് ഇപ്പൊ കടകളിൽ പോകുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒത്തുകൂടാൻ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 3-4 മാസം, ജൂൺ വരെ നിന്നു. ഇവിടെ ഒരിക്കലും സ്കൂൾസ് ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ പറയുന്നത്. സ്കൂളുകളൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കടകൾ ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ ആകെ ആ ഇടയ്ക്ക് മൂവി തിയേറ്റേഴ്സിൽ ഇത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ റിലീസൊക്കെ തുടങ്ങി. പിന്നെ എന്താണ്, ജോലിക്ക് പോകുന്നവര്, അവർക്കാർക്കും ജോലികൾ വർക്ക് ഫ്രം ഹോം കുറച്ച് ആൾക്കാർക്ക് അത് കമ്പനികൾ അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും അത് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇക്കാര്യം ജോലി നടക്കും. അപ്പൊ ആ ഒരു വിധത്തിൽ നോക്കിയപ്പോൾ വർക്ക് ഫ്രം ഹോം പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ അധികമായിട്ട് അതൊന്നും കണ്ടുവന്നിട്ടില്ല. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ലൈഫ് നമുക്ക് എല്ലാം നോർമൽ പോലെ തന്നെയാണ്. നമ്മളിപ്പം എന്താണ്, എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പൊ ഞാനൊക്കെ തന്നെ വീക്കെൻഡ്സ് അല്ല ക്രിക്കറ്റ് കളി, ഇപ്പൊ നമുക്ക് ക്രിക്കറ്റ് സീസൺ ഉണ്ടായിരുന്നു, അതൊന്നും ഒരു ബ്രേക്ക് വന്നിട്ടില്ല. നമ്മുടെ റെഗുലർ ഗെയിംസ്, കൊച്ചുങ്ങളെ കൊണ്ട് പാർക്കിൽ പോകുന്നു, അത് ആ ഇനിഷ്യൽ ടൈമിൽ മാത്രം പാർക്കിൽ പോകുന്ന റെസ്ട്രിക്ഷൻ ഉണ്ടായി. ഇപ്പൊ ഇവിടെ എല്ലാ റെസ്ട്രിക്ഷൻസും എടുത്ത് കളഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ 1.5 മീറ്റേഴ്സ് അല്ലെങ്കിൽ 2 മീറ്റേഴ്സ് ആ ഡിസ്റ്റൻസ് ഫോളോ ചെയ്യണം. സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. പിന്നെ മാസ്ക് ഉപയോഗിച്ച ആൾക്കാർ നടക്കുന്ന ഫോട്ടോയിലൊക്കെ നമ്മൾ കാണും. നമുക്കങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടേ ഇല്ല. അപ്പം നമുക്കിനി മനുവിലേക്ക് പോവാം. അതായത് ഓസ്ട്രേലിയയുടെ മെട്രോപൊളിറ്റനിൽ താമസിക്കുന്ന മനുവിന്റെ ഇതിനെ കുറിച്ചുള്ള ഒരു ഇത്. താങ്ക് യു നാഗ. എന്റെ ഇപ്പം നാഗ പറഞ്ഞ പോലെ ഞാൻ സിഡ്നിയിലാണ് താമസിക്കുന്നത്, ബ്ലാക്ക് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. എന്റെ ജീവിതത്തിൽ കോവിഡ് കാരണം അങ്ങനെ സാധനം മീൻസ് ഭയങ്കര ഒരു വലിയ സംഭവമായി ഒന്നും സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എന്റെ ജോലി കാര്യത്തിലായാൽ പോലും അത് മീൻസ് വർക്കിനെ അത് ബാധിച്ചിട്ടില്ല. എന്റെ വൈഫിന്റെ ജോലിയുടെ ബാധിച്ചിട്ടില്ല. പിന്നെ ആകപ്പാടെ ബാധിച്ചു എന്ന് പറയാനുള്ളത്, ഞാൻ 2020 ഏപ്രിൽ നാട്ടിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിരുന്നു. അപ്പം ഈ ട്രാവൽ റെസ്ട്രിക്ഷൻ ഒക്കെ വന്നതിന് ശേഷം അപ്പം ഞങ്ങൾക്ക് അത് ഹോൾഡ് ചെയ്യുണ്ടായി. അപ്പം അതിന്റെ കുറച്ച് ഒരു നഷ്ടം വന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം ലോകം എല്ലായിടത്തും ഒരു നഷ്ടം വന്നുകൊണ്ട് അതിപ്പം ഞാൻ അത് പറയുന്നത് ശരിയല്ല. അത് ഒരു നഷ്ടമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് പിന്നെ എനിക്ക് വേറൊരു പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് ജിം ഇടയ്ക്കൊന്ന് ക്ലോസ് ചെയ്ത് കിട്ടും. പക്ഷെ
ഞാനത് വർക്കൗട്ടിന്റെ സാധനങ്ങളൊക്കെ വീട്ടിൽ മേടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അതും ഒരു 2 മാസത്തേക്ക് ഉള്ളായിരുന്നു. പിന്നെ പേഴ്സണലി എനിക്കുള്ള ഗുണം എന്ന് വെച്ചാൽ കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പം മ്യൂസിക്കിലായാലും കുറച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് പിന്നെ എൻ്റെ നാട്ടിൽ ഇപ്പം പറയുവാണെങ്കിൽ എൻ്റെ ഫാദറിനും മദറിനും കോവിഡ് ആയിരുന്നു. അപ്പം അത് മാനസികമായിട്ട് എനിക്ക് ഒരു വിഷമം, ഒരു ഇമ്പാക്ട് ഉണ്ടായി. പിന്നെ പൊതുവെ പറഞ്ഞ ഞങ്ങളുടെ ഇവിടെ ചർച്ചിൽ അവിടെ റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പം വേൾഡ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത്ര മീൻസ് വലിയ പ്രശ്നം ഇവിടെ വന്നിട്ടില്ല. നാളെ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് എനിക്കും പറയാനുള്ളത്. ഇനിയിപ്പോ ഞാനാണല്ലോ പറയണ്ടേ അല്ലേ? അപ്പോ ഞാൻ കാനഡയിലെ ഒട്ടാവ എന്ന് പറഞ്ഞ റീജിയനിലാണ്, അതായത് കാനഡയുടെ ക്യാപിറ്റൽ. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ മനു നാഗയം പറഞ്ഞതുപോലെയല്ല. അതായത് ജനജീവിതം സാധാരണ ലെവലിലോട്ട് വന്നിട്ടില്ല. എന്റെ കാര്യം എടുക്കുവാണെങ്കിൽ 2020 മാർച്ചില് എത്ര മിഡ് ആയപ്പോൾ, അത് 17 or 20 എന്തോ ആയപ്പോഴാണ് എൻ്റെ ഓഫീസ് പറയുന്നത്, അതായത് ഇവിടുത്തെ ഫസ്റ്റ് കേസ് റിപ്പോർട്ടായി ഒട്ടാവയില്. സോ നെക്സ്റ്റ് മൺഡേ തൊട്ട് മിക്കവാറും വർക്ക് ഫ്രം ഹോം ആയിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ ഇതിൽ പറയാം. കാരണം ഈ സമയത്ത് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ട സമയമാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ സെക്ടറിലായതുകൊണ്ട് എനിക്കൊരു ലാപ്ടോപ്പ് എടുത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ജോലിയാണ് എൻ്റെ. അപ്പോൾ ആ ഒരു രീതിയിൽ ബ്ലെസ്ഡ് എന്ന് പറയാം. പക്ഷെ അതല്ല എല്ലാവരുടെ സ്ഥിതി. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ എല്ലാവരുടെ സ്ഥിതി പറയാനല്ല പോകുന്നത്. ഞാൻ എന്താണ് ഇതെങ്ങനെ എന്നെ എഫക്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോം തുടങ്ങിയിട്ട് കഴിഞ്ഞ മാർച്ചാണ്. ഈ കൊറോണ വൈറസിന്റെ സ്ഥിതി ഇതുവരെ അത്ര കൺട്രോളിലാവാത്തത് കൊണ്ട് ഞാൻ സ്റ്റിൽ വർക്ക് ഫ്രം ഹോം ആണ്. എൻ്റെ ഓഫീസ് പോലും അവർക്കൊരു സ്റ്റേജ് എടുക്കേണ്ടി വന്നു. അതായത് ഒരു ഫിസിക്കൽ വർക്ക് സ്പേസ് വേണമെന്നോ അവർക്ക് ഡൗട്ടായി തുടങ്ങി. കാരണം ഈവൻ ഫിസിക്കൽ സ്പേസ് എടുത്താൽ പോലും അവർക്ക് അറിയില്ല എപ്പോൾ ഓഫീസിലോട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അവർ ഓഫീസ് സ്പേസ് തന്നെ ഇപ്പൊ വേണ്ടെന്ന് തൽക്കാലം വെച്ചേക്കാണ്. പിന്നെ എന്നിട്ട് കൊറോണ വൈറസ് കേസുകൾ എങ്ങനെ പോകുന്നു അതിന്റെ അനുസരിച്ച് ഓഫീസ് സ്പേസ് എടുക്കുന്നതാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, യെസ്, ഞാൻ ഇപ്പോ 8 hour വർക്ക് അല്ലെങ്കിൽ 7 hour വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. അപ്പൊ പക്ഷെ ഞാൻ രാവിലെ എഴുന്നേക്കുന്നു, എൻ്റെ റൂമിലോട്ട് പോകുന്നു, അതാണ് എൻ്റെ ഓഫീസ്. അതിൽ ഞാൻ പണിയെടുക്കുന്നു, അതിന് നേരെ അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് ഹൗസ് അറസ്റ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ വീട്ടിലായിരുന്നു. കാരണം ഇപ്പോൾ ഓൾറെഡി വിന്ററും കൂടെ കഴിഞ്ഞിരിക്കുവായിരുന്നു. അപ്പൊ വിന്ററിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതല്ലാതെ വേറൊരു പണിയില്ല. ഓഫീസിൽ പോകണം എന്നുകൊണ്ട് ഞാൻ എപ്പോഴും ഡ്രൈവേ അല്ലെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും സ്നോ ഒക്കെ വീണ് കഴിയുമ്പോൾ. പക്ഷെ ഓഫീസിൽ പോകാത്തത് കൊണ്ട് പിന്നെ എനിക്ക് ആ താല്പര്യം ഇല്ലാതെ, അതായത് പുറത്തിറങ്ങണം എന്നുള്ളത്. പിന്നെ ഞാൻ ആകെ പോകുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിനാണ്. തിയേറ്റേഴ്സ് ഇവിടെ ക്ലോസ്ഡ് ആണ്. ആകെ വളരെ കുറച്ച് സമയങ്ങളിൽ തിയേറ്റർ ഓപ്പൺ ആയിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം എപ്പോഴും കേസുകൾ ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ തിയേറ്റേഴ്സ് ആയിരിക്കും ആദ്യം ക്ലോസ് ചെയ്യുക. പിന്നെ മനു പറഞ്ഞതുപോലെ ജിമ്മിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനൊരു ജിം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ജിം മെമ്പർഷിപ്പ് എൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. അതായത് അവരെന്റെ ജിം മെമ്പർഷിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യും, പൈസ ഒന്നും എടുക്കില്ല. അതായത് അവർക്ക് മെമ്പർഷിപ്പ് കളയാൻ താല്പര്യമില്ല ആൾക്കാരുടെ. കാരണം അവർക്കറിയാം ഇപ്പൊ അവരത് കളയുവാണെങ്കിൽ അല്ലെങ്കിൽ അവർ നിർബന്ധിച്ച് ജിമ്മിൽ വരാൻ പറയുവാണെങ്കിൽ കുറെ പേര് ആ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യും. പിന്നെ ജീവിതകാലത്ത് മെമ്പർഷിപ്പ് എടുക്കില്ല. കാരണം അതിന് പറയുന്ന പോലെ എക്യുപ്മെന്റ്സ് ആൾക്കാർ വൺസ് വീട്ടിൽ അത് വാങ്ങിച്ച് വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് തോന്നി തുടങ്ങും, ഓക്കെ ജിം വേണ്ട, ഇനിയിപ്പോ ഞാൻ വീട്ടിൽ തന്നെ ആവാം. പിന്നെ ആ ജിമ്മിനെ ഇമ്പാക്ട് ചെയ്യും. അതേപോലെ നോക്കുവാണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് യൂഷ്വലി ഞാൻ വിസിറ്റ് ചെയ്യുന്നത് പൊതുവെ ഞാനും എൻ്റെ വൈഫും വീക്കെൻഡ്സ് വിസിറ്റ് ചെയ്യാറുണ്ട് പതിവായിട്ട്. പക്ഷേ റെസ്റ്റോറൻറ്റ്സിൽ മിക്ക സമയത്തും ഇൻഡോർ ഡൈനിങ് പോസിബിൾ ആയിരുന്നില്ല, ടേക്ക് ഔട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടേക്ക് ഔട്ട് എടുത്ത് വീട്ടിൽ വന്ന് കഴിക്കലാണ് ഞങ്ങളുടെ പരിപാടി. ഈയിടെ വരെ ഇൻഡോർ ഡൈനിങ് ഉണ്ടായിരുന്നു, കേസുകൾ കുറവായിരുന്നു. അപ്പോൾ പക്ഷേ കഴിഞ്ഞ ദിവസം ഒട്ടാവ ഒരു 28 day ലോക്ക്ഡൌണിലോട്ട് പോയി. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞൊരു ഫുൾ ലോക്ക്ഡൌൺ അല്ല, അതൊരു സോൺ വൈസ് റെസ്ട്രിക്ഷൻ ആണ് ഇവർക്ക്. അതായത് ഇവർ നമ്പർ ഓഫ് ആൾക്കാരെ ലിമിറ്റ് ചെയ്യും ഒരു സ്റ്റോറിൽ. ഫോർ ഇൻസ്റ്റൻസ് ഒരു സ്റ്റോറിന്റെ ടോട്ടൽ കപ്പാസിറ്റി 100 people അറ്റ് എ ടൈം ആണെങ്കിൽ ബേസ്ഡ് ഓൺ ഏത് സോൺ ആണ് ഒട്ടാവ എന്ന് പറഞ്ഞാൽ ആ സോൺ വെച്ചിട്ട് അപ്പോൾ 50% ലിമിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അറ്റ് എ ടൈം 50 ആൾക്കാരെ ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഫുഡ് ഗ്രോസറീസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിട്ടില്ല. അതെല്ലാ ഗ്രോസറി സ്റ്റോഴ്സിലും
എല്ലാ തവണയും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. അപ്പൊ ലൈഫിന്റെ മെയിൻ സാധനങ്ങൾ ഫുഡ്, ഹെൽത്ത്, ഷെൽട്ടർ അതെല്ലാം കോമൺലി നടക്കുന്നുണ്ട്. ഓ യെസ്, ഹെൽത്ത് സെക്ടറിന്റെ കാര്യം പറയുമ്പോൾ അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ഈവൻ ഞാൻ എന്റെ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുവാണെങ്കിൽ തന്നെ അതിന് കുറെ ഡിലേ ഉണ്ട്. കാരണം ആൾക്കാർ പറയും ഇറ്റ്സ് നോർമലിനെക്കാട്ടിലും ഡിലേ ആണ്, കാരണം വി ഹാവ് സോ മെനി തിങ്സ് ടു പ്രോസസ്. ഹോസ്പിറ്റലിലാണെങ്കിൽ തന്നെ കുറെ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം, അതായത് അവർക്ക് ക്ലെൻലിനെസ്സും അങ്ങനത്തെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് വിസിറ്റ്സ് കുറഞ്ഞു. അപ്പൊ അങ്ങനത്തെ കുറെ ഇമ്പാക്ട്സുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആസ് എൻ ഇൻഡിവിജ്വൽ ഇപ്പൊ എന്റെ കറന്റ് ലൈഫ് നോക്കുവാണെങ്കിൽ ഫുഡ് യെസ് എനിക്ക് കിട്ടുന്നുണ്ട്, ഷെൽട്ടർ യെസ് എനിക്ക് വീടുണ്ട്. കാർ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയതായിട്ട് ഉപയോഗിക്കുന്നില്ല, കാരണം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. ജോലി ഇറ്റ്സ് ഓക്കെ, കാരണം ഞാൻ പറഞ്ഞ പോലെ IT സെക്ടറാണ് ഞാൻ, അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് മതി. പക്ഷേ എന്റർടൈൻമെന്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഹോട്ടൽസ് ഞാൻ പറഞ്ഞു ടേക്ക് ഔട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ചേഞ്ച് ഓഫ് സീനില്ല. എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നിട്ട് കുക്ക് ചെയ്യുവാണെങ്കിലും നമ്മൾ അല്ലാതെ വാങ്ങിക്കുവാണെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് കഴിക്കണം. അപ്പോൾ ഒരു സെയിം സെറ്റപ്പ് ആണ്. സെക്കൻഡ് എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ തിയേറ്റേഴ്സ് ഇല്ല. തേർഡ്ലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പൊ സമ്മറിൽ എൻജോയ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആകെപ്പാടെ ഒരു നമ്മൾക്ക് ഭയങ്കര ഡൗൺ ആവും. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ വളരെ കോമൺ ആണ്. കാരണം വിന്റേഴ്സ് ഭയങ്കര ലോങ് ആൻഡ് ഭയങ്കര മൂടിയാണ്. അപ്പൊ അതെന്താ പ്രശ്നം വെച്ചാൽ ഇപ്പൊ പുറത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറെ പാർക്സ് ഉണ്ട്, ട്രെയിൽ പാർക്സ് ആയിരിക്കും, അതായത് സൈക്കിൾ ഓടിക്കാം, നടക്കാം, അതേപോലെ വെള്ളത്തിന്റെ അവിടെ കൂടെ നമുക്ക് പോവാം. പക്ഷേ ഈ അമ്യൂസ്മെന്റ് പാർക്സ് ഉണ്ടല്ലോ, അതായത് വാട്ടർ തീം പാർക്സ് ഉണ്ട് ഇവിടെ ക്ലോസ് ആയിട്ട്, അല്ലെങ്കിൽ ഹൈക്കിംഗ് ട്രെയിൽസ് പാർക്സ് അത് ക്ലോസ്ഡ് ആണ്. പിന്നെ ഈ നമ്മുടെ റോളർ കോസ്റ്റർ റൈഡ്സ് ഉള്ളത് ഇവിടെ കാനഡയിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കാനഡാസ് വണ്ടർലാൻഡിൽ പോകാനിരിക്കുന്നത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റോളർ കോസ്റ്റേഴ്സ് ഏരിയ ആണ്. പിന്നെ ഈവൻ ഞാൻ കാനഡയിലെ നോർത്ത് ഈസ്റ്റിലോട്ട് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിച്ചതാണ്, അതായത് പസഫിക് റീജൻസ്, ഓഷ്യൻസിനോട് ക്ലോസ് ആയിട്ടുള്ള റീജൻസ് ആണ്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതേപോലെ കാനഡയുടെ വെസ്റ്റും. അപ്പൊ ഈ ട്രാവൽ പ്ലാൻസ് എല്ലാം എന്റെ മുടങ്ങി. കാരണം ഈ പ്രൊവിൻസ് ടു പ്രൊവിൻസ് അത്ര എളുപ്പമല്ല ട്രാവൽ ചെയ്യാൻ. ഇപ്പൊ ഞാനൊരു പ്രൊവിൻസിൽ നിന്ന് പോയാൽ അവരെന്റെ ഒക്കെ നമ്പർ പ്ലേറ്റ്, കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇന്ന പ്രൊവിൻസിൽ നിന്നാണ് കണ്ടുപിടിച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അത് ഫേഷ്യൽ എക്സ്പ്രഷനിൽ തന്നെ ഉണ്ടാവും ആൾക്കാരുടെ, ലൈക്ക് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, നിങ്ങൾ പ്രശ്നമുള്ള സ്ഥലത്തല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ കേസിൽ കൂട്ടുന്നത്. അപ്പൊ നമുക്കത് നാച്ചുറലി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. യെസ് വി ആർ ഓൾ ഇൻ ദ സെയിം കൺട്രി, പക്ഷെ പ്രൊവിൻസ് വൈഡ് അത്ര ഇതല്ല. അപ്പൊ പിന്നെ നമ്മൾ മിക്കവാറും അവോയ്ഡ് ചെയ്യും ട്രാവൽ ചെയ്യുന്നത്. ആകെ ട്രാവൽ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയം കിട്ടിയപ്പോൾ മോൺട്രിയലോട്ട് ഞാൻ ട്രാവൽ ചെയ്തു. കാരണം മോൺട്രിയൽ 2 hours ഡ്രൈവ് ആണ്. പിന്നെ ഞങ്ങളുടെ രണ്ടും എൻ്റെ കോമൺ ഫ്രണ്ട്സ് ആയ ഡിജൽ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ട്. അപ്പൊ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി ഇടയ്ക്ക് പോകും, പുള്ളിക്കാരനും ഇടയ്ക്ക് ഇവിടെ കാണാം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ. കാരണം എനിക്ക് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ ഇല്ല, ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പുള്ളി മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള എന്തെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ടൊറന്റോ സൈഡാണ്. കാരണം ടൊറന്റോ പക്ഷെ 5 hours ആണ്. അപ്പോൾ അത് പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഈ ഒരു സമയത്ത് 5 hours ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും ഞാൻ ഫേസ് ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ ശരിക്കും ലക്കിയാണ്. കാരണം ഈ സമയത്ത് ഒരു ജോലി ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞത് തന്നെ ഭയങ്കര ലക്കാണ്. ഇപ്പൊ അതുകൊണ്ട് കൂടുതൽ കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. കാരണം ബാക്കിയുള്ളവന്റെ സ്ഥിതി നോക്കുവാണെങ്കിൽ കുറെ പേര് ഇവിടെ ഗവൺമെന്റിന്റെ ഫണ്ടിലാണ് ജീവിക്കുന്നത്. ഇവിടെ സെർബും സെസ്ബും എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടികളുണ്ട്. സെർബ് എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് നഷ്ടപ്പെട്ടിട്ട് ഉള്ള ആൾക്കാർക്ക് ഗവൺമെന്റ് ഒരു മാസത്തൊക്കെ കൊടുക്കും. അത് സോഷ്യൽ സെക്യൂരിറ്റി അല്ല, അത് സോഷ്യൽ സെക്യൂരിറ്റിക്ക് പുറത്തുള്ള ഒരു സാധനമാണ്. അതായത് കോവിഡ് കൊണ്ട് ജോലി നഷ്ടപ്പെട്ടവർക്ക് എന്നുള്ള സ്പെസിഫിക്കലി ഉള്ള ഒരു ഗ്രാൻഡ് ആണ്. അതുപോലെ പിള്ളേർക്ക് പണിയെടുക്കാൻ പറ്റില്ല സമ്മറിൽ യൂഷ്വലി പിള്ളേർ പോയിട്ട് കോപ്പ് എന്നൊക്കെ പറഞ്ഞ പരിപാടികളുണ്ട്. അതൊക്കെ കുറെ പിള്ളേർക്ക് കിട്ടുന്നില്ല, കാരണം കുറെ കമ്പനീസ് എടുക്കുന്നില്ല. അപ്പൊ അതിന് സെസ്ബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ നോക്കണം, അതൊക്കെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. പക്ഷെ അതൊന്നും ഒരു ലോങ് ടേം സൊല്യൂഷൻ അല്ല, അതൊക്കെ ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ കാര്യങ്ങളിൽ പറയാനുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ പൊതുവെ നാട്ടിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഞാൻ ഇതിനു മുമ്പ് ഗൾഫിലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ മന്ത്ലി ഒക്കെ യാത്ര ചെയ്യുന്നതാണ് നാട്ടിലേക്ക്. ഇവിടെ ഇപ്പൊ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമാണെങ്കിലും ആദ്യത്തെ 2 വർഷത്തോളം ഞാൻ എവറി 6 months നാട്ടിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനൊരു എന്റെ രീതി അതാണ്. അപ്പൊ കഴിഞ്ഞൊരു 1 year plus ആയിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം അത് വളരെ നമുക്ക് ചില സമയത്തൊന്ന് റിലാക്സേഷൻ വരുന്ന നമുക്ക് നാട്ടിൽ പോയി അത് നമ്മളെ വലിയൊരു ഇമ്പാക്റ്റ് ആണ്. ഒരു ഡിപ്രഷനിലേക്ക്
ഇപ്പം അരുൺ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ മനു പറഞ്ഞ പോലെ നാട്ടിലേക്ക് പോകാൻ പറ്റാത്തത് ഇപ്പൊ നമ്മുടെ പാരന്റ്സ്, ഇപ്പൊ എന്റെ പാരന്റ്സ് ആണെങ്കിൽ ഒറ്റയ്ക്കാണ്, അവർക്കും എവിടെയും പോകാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ വലിയൊരു അതൊക്കെ നമ്മൾ ബാക്കി നാട്ടിലുള്ളവര് ഫേസ് ചെയ്യുന്ന വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും എന്നെ സംബന്ധിച്ചോളം വളരെ കുറവാണ് ഞാൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തേക്കുന്നത്, എക്സെപ്റ്റ് ഫോർ ട്രാവൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞു, 1-2 മാസം നമുക്കിവിടെ റെസ്ട്രിക്ഷൻസ് വന്നായിരുന്നു. ലോക്ക്ഡൌൺ അല്ല, റെസ്ട്രിക്ഷൻസ്. അതാ ഇതിന്റെ എന്താണ്, എങ്ങനെയാണ് കൺട്രിയിലേക്ക് ഇത് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ വരും എന്നുള്ള അറിയാത്തതുകൊണ്ട്. ആ സമയത്ത് ജിമ്മ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ജിമ്മ് തുറന്നെങ്കിലും നൈറ്റ് 24/7 അല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ അതൊക്കെ ആയി. പിന്നെ ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ ടൈമിങ്ങിന് നമുക്ക് പോയി വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള വലിയ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റെസ്ട്രിക്ഷൻ വന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മൾ പുറം നാടുകളിൽ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഇപ്പം മലയാളി അസോസിയേഷൻസിന്റെ പരിപാടികൾ, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ്. അപ്പം ഈ നമ്പർ ഓഫ് പീപ്പിളിന്റെ ഗ്യാതറിംഗ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് കഴിഞ്ഞ കൊല്ലം നമുക്ക് വിഷു, ക്രിസ്മസ്, വിഷു അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല. ഓണം പോലും നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ലൈക്ക് ഷോർട്ട് 20 പീപ്പിൾ ഗ്യാതറിംഗ് ഒക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ട് വീടുകളിലായിരുന്നു. പക്ഷെ ക്രിസ്മസ് ആയപ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ പ്ലഡ്ജ് നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ കടന്നു. അപ്പം നമ്മളിപ്പം ഒരു ഇൻ ഷോർട്ട് പറയുവാണെങ്കിൽ ഓസ്ട്രേലിയയുടെ വേറെ പല ഭാഗങ്ങളിൽ ജസ്റ്റ് ഞാൻ എന്റെ ഒരു ഇതല്ലാണ്ട് ഔട്ട്ലൈൻ, ഞങ്ങൾക്ക് ഞങ്ങൾ ട്രാവലിംഗ് പല സ്ഥലത്തും നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് വന്നിരുന്നു, അതായത് ഓസ്ട്രേലിയയുടെ വേറെ സ്റ്റേറ്റുകളിലേക്ക്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരുപാട് പ്രിപ്പറേഷൻ എടുക്കുന്നുണ്ട്. ലൈക്ക് ഒരു കേസ് വന്നാൽ പോലും അവരത് ലോക്ക്ഡൌൺ ചെയ്യും. ആ ഏരിയകള് അവര് പുറത്തുള്ള ആൾക്കാരെ കയറ്റാണ്ട് ലോക്ക്ഡൌൺ ചെയ്യുമായിരുന്നു. ലൈക്ക് അവർക്ക് പിന്നെ ആകെ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ ലോക്ക്ഡൌൺ അനുഭവിച്ച സ്ഥലം വിക്ടോറിയയിലാണ്, മെൽബൺ സിറ്റിയാണ്. പിന്നെ ചെറിയ ചെറിയ ക്ലസ്റ്റേഴ്സ് പോലെ ചെറിയ ലോക്ക്ഡൌൺസ് ഒക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ പറയുവാണെങ്കിൽ. അപ്പൊ നമ്മൾ ആ ട്രാവല്, ഇന്റർസ്റ്റേറ്റ് ട്രാവലൊക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കേണ്ടി വന്നു. പക്ഷെ അതൊന്നും ഒരു ഫാക്ടറല്ല. കാര്യം നമുക്ക് ബാക്കിയുള്ള രീതിയിൽ എല്ലാ സാധനവും കിട്ടുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും, ഈ ഇടയ്ക്കാണെങ്കിൽ പോലും ഇപ്പൊ മൂവിയൊക്കെ എല്ലാം ഇവിടെ റിലീസ് വരുന്നുണ്ട്. ഐ മീൻ സിറ്റികളിൽ ഇപ്പൊ റിലീസൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ആസ്പെക്റ്റിലൊക്കെ വളരെ നല്ല രീതിയിലാണ് ലൈഫ് പോകുന്നത്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു അരുണിന്റെ പാരന്റ്സും ഇതേപോലെ തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പോകാൻ പറ്റും, അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു അവര് അങ്ങോട്ട് കാനഡയിലേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അതെ, എന്റെ ഈവൻ ഞാൻ കാനഡയിൽ നിന്ന് ഇന്ത്യയിലോട്ട്, അതായത് പോയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഞാൻ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പോയിട്ട് ഞാൻ ഓൾമോസ്റ്റ് 3 years കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പോകാനിരിക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വെച്ചു ഓക്കെ പോട്ടെ, കഴിഞ്ഞ വർഷം അല്ലേ, ഇപ്പൊ ഈ വർഷം ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് കാനഡ ഗവൺമെന്റ് പറഞ്ഞ മാൻഡേറ്ററി ക്വാറന്റീൻ വേണം. മാൻഡേറ്ററി ക്വാറന്റീൻ ഞാൻ ഓക്കെ ആയിരുന്നു. അത് മാൻഡേറ്ററി ക്വാറന്റീൻ അറ്റ് ഹോം ഫോർ 14 days ഐ വാസ് ഓക്കെ വിത്ത് ഇറ്റ്. ബട്ട് അത് ഓസ്ട്രേലിയയുടെ പോളിസിയാണെന്ന് തോന്നുന്നു മിക്കവാറും പ്രൈം മിനിസ്റ്റർ കണ്ടുപിടിച്ചത്. കാരണം ഹോട്ടൽ ക്വാറന്റീൻ കൊണ്ടുവന്നു ഫോർ 3 days ആൻഡ് that cost one person about $2,000. So എന്റെയും ഇപ്പൊ എന്റെ സ്പൗസിന്റെ വിസ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ ഇറ്റ് വിൽ കോസ്റ്റ് മി ലെസ് ദാൻ $3,000. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് ഇറ്റ് ടു ലൈക്ക് $10,000 എല്ലാം കൂടെ ഞാൻ കൂട്ടി കുറയ്ക്കുവാണെങ്കിൽ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു ട്രാവൽ വിത്ത് ദാറ്റ് സോർട്ട് ഓഫ് മണി. അപ്പം ആക്ച്വലി നമ്മളിപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ലോങ് ഡിസ്കഷൻ ആയിപ്പോയി നമ്മുടെ ലൈഫിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ കൊറോണയെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ ഈ പാൻഡമിക്കിനെ കുറിച്ച് ടോട്ടൽ ഒരു ഡിസ്കഷൻ വേറെ, അതായത് ഹൗ ഇറ്റ് ഹാസ് അഫക്റ്റഡ് ദ വേൾഡ് എന്നും കൂടെ നമ്മുടെ ഒരു ആസ്പെക്ട്, നമ്മുടെ വ്യൂസ് നമ്മൾ പറയേണ്ടതാണ്. അപ്പൊ നമുക്ക് അതെ, അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പം നമ്മുടെ കാര്യം പറഞ്ഞു. നമുക്കത് എനിക്ക് വേറെ ഒന്നും കൂടുതൽ ചേർക്കാനില്ല. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഹൗ എന്തൊരു ഇമ്പാക്ട് അത് വേൾഡില് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു സംസാരിക്കേണ്ടതാണ്. അപ്പൊ മനുവിന് വേറെ ഒന്നും പറയാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അരുൺ നാഗം പറഞ്ഞ പോലെ എന്റെ പാരന്റ്സും വരാനായിട്ട് ഇവിടെ ഇരുന്നതാണ്. അപ്പൊ അവർക്ക് ഇനി 3 മാസത്തെ വിസയേ ഉള്ളൂ. അപ്പം പറഞ്ഞ പോലെ ഹോട്ടൽ ക്വാറന്റൈൻ അത് ഗവൺമെന്റ് നല്ല കാര്യമാണ് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാനിപ്പോ നാട്ടിലേക്ക് പോയിട്ട് ഇപ്പൊ 5 വർഷമായി. അപ്പം എനിക്കും നാട്ടിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ആണ് പോയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അത് മറ്റു പല രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ഞാനിതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നാഗ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രശ്നം ഇവിടെ വന്നിട്ടില്ല.
ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ വിസയുടെ കുറച്ച്, പിന്നെ ടിക്കറ്റിന്റെ കാര്യങ്ങൾ, ഇനിയും പോകുന്ന ഭാവി, അതുപോലെ തന്നെ ഈ തുടങ്ങിയ സമയങ്ങളിൽ ഒരു മാനസികമായിട്ടൊരു ഇതായിരുന്നു, ഇത് എങ്ങനെ ഇവിടെ അവസാനിക്കും, ഇത് എങ്ങനെ എന്തായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും അതിന്റെ ഒരു അതിഗംഭീര അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടില്ല, ഞാനും മനൊന്നും അനുഭവിച്ചിട്ടില്ല ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. അപ്പം നമുക്ക് ആ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥയൊന്നും നമ്മൾ അനുഭവിച്ചില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഒരു കുട്ടിയുള്ളതാണ്, കൊച്ചുകുട്ടി. അപ്പം അന്ന് ഇനിഷ്യലി ആ തുടങ്ങുന്ന സമയത്ത് കൊച്ചിന് നമ്മൾ പുറത്ത് പാർക്കിലൊന്നും കൊണ്ടുപോകുന്നില്ല. അതെല്ലാം നമ്മുടെ ഭയം കൊണ്ടാണ്. അപ്പം അതെങ്ങനെയായിരിക്കും, അപ്പൊ പോലും എന്തോരം ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊരു ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും പോകുന്നില്ല. അപ്പൊ തന്നെ കൊച്ചിന് എന്തോ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു എന്നറിയാം. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇവിടെ ഒന്നും സാധനങ്ങൾക്ക് ഷോർട്ടേജ് വന്നിരുന്നില്ല. പക്ഷെ സ്റ്റിൽ ആൾക്കാർ പാനിക് ബൈ ചെയ്തായിരുന്നു അന്ന്. അങ്ങനെ ഷോർട്ടേജ് വന്നിട്ട് നമുക്ക് ഇതില്ല, എല്ലാം ഇവിടെ ഉണ്ട്. ടോയ്ലറ്റ് പേപ്പർ ആയിരിക്കും ഇവിടെ പാനിക് ബൈ വന്നത്. ഇവിടെ ടോയ്ലറ്റ് പേപ്പർ ആയിരുന്നു. കാരണം ഇവിടെ ഞാൻ പല ദിവസങ്ങളിൽ എനിക്ക് കടകളിൽ പോയി അത് ഷെൽഫില് നോൺ എക്സിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് ശരിയായി. എനിക്കതറിയില്ല, ആൾക്കാരത് വെറുതെ പാനിക്കായി സാധനങ്ങൾ ബൾക്കായിട്ട് കൊണ്ടുപോകാം. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ടോയ്ലറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ അവിടെ അത്ര യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കൂടുതലും ടോയ്ലറ്റ് പേപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇതുകൊണ്ട്. പിന്നെ മാത്രമല്ല, ഇന്ത്യൻ കട നമുക്ക് ഇവിടെ ഞാൻ താമസിക്കുന്ന ഒരു ഇന്ത്യൻ കട ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ത്രൂ കോവിഡ് ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ 3-4 കടയായി. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ കടകൾ കൂടിയോ? ആൾക്കാരുടെ എണ്ണം ലൈക്ക് നമ്മുടെ ഇപ്പം ഏഷ്യൻസ് വരുന്നത് കൂടുതലാണ് ഇങ്ങോട്ടൊക്കെ. കാര്യം കോവിഡ് കാരണം ഒരു വിധത്തിലും അവർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർ കാര്യം റീജിയണിലൊക്കെയാണ് അത്ര സപ്പോർട്ട്, ഗവൺമെന്റ് ഫണ്ടിങ് ഒക്കെ കൂടുതലാണ്. അതൊക്കെ നമുക്ക് പൊതുവെ ആൾക്കാരെ പരിചയപ്പെടുത്താം. ഓരോരോ സ്ഥലങ്ങളും അതിന്റെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. അതൊക്കെ ടൈമുണ്ട്, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സംസാരിക്കാം. നമുക്കതൊക്കെ പതിയെ നമുക്ക് എല്ലാം നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പൊ അടുത്തവണ കാണുന്നവരെ